അശ്വിൻ പാലാടി കൂടി ചേരുന്നുണ്ട്. അശ്വിൻ, ഈ സെലീനയ്ക്ക് പാമ്പൊടി ഏറ്റതിന് ലക്ഷണങ്ങളില്ല എന്ന് പറയുന്നത് ആൾജോയുടെ കാര്യം അതുപോലെ തന്നെയായിരുന്നു. ഈ വെള്ളിക്കെട്ടൻ്റെ കടിയെന്ന് പറഞ്ഞാൽ തീരെ അങ്ങേറ്റം കണ്ടെത്താൻ കഴിയാത്ത അതുകൊണ്ടാണല്ലോ ഒരുപക്ഷെ ആൾജോയ്ക്ക് ജീവൻ പോലും നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും കടിച്ച പാമ്പ് ഏതാണെന്ന് വ്യക്തമല്ല. പാമ്പ് കടിച്ചതിന് ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് ഡോക്ടർമാരും പറയുന്നു, അല്ലേ അശ്വിൻ? അശ്മി, സെലീനയുടെ കാര്യത്തിൽ അങ്ങനെയാണ്. ഇന്നലെ രാത്രി 7:30 കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഈ പാമ്പ് കടിച്ചതിൻ്റെതായ യാതൊരു ലക്ഷണങ്ങളും സെലീനയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഇന്ന് ആശുപത്രി RMOയും അത് തന്നെയാണ് പറയുന്നത്. വലതുകാലിൻ്റെ കണങ്കാലിൽ ഒരു കുത്തു മാത്രമാണ് ഉണ്ടായത്. ഒരു പാമ്പ് കടി എന്ന് സംശയിക്കാവുന്ന തരത്തിൽ പോലും ആയിരുന്നില്ല അതുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ പാമ്പ് കടിച്ചാൽ പല്ലിൻ്റെ 2 പാടുകളാണ് ഉണ്ടാവുക. ഇത് അങ്ങനെയല്ല, ഒരു പാട് മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അതല്ലാതെ പാമ്പ് കടിച്ചതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും സെലീന കാണിക്കുകയും ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണ് ആൻറ്റിവെനം വേഗത്തിൽ നൽകാതെ മറ്റു പരിശോധനകൾ കൂടി പൂർത്തിയാക്കി, പ്രത്യേകിച്ച് രക്തപരിശോധനയ്ക്കടക്കം സെലീനയെ റെഫർ ചെയ്തത്. അവിടേക്ക് പോകും വഴി ബാത്റൂമിൽ കയറുന്നു. അവിടെ വെച്ചാണ് ദേഹാസ്വാസ്ഥ്യമുണ്ടായി വിറയൽ അനുഭവപ്പെട്ട് സെലീന ബോധരഹിതയാകുന്നതും തുടർന്ന് മരണപ്പെടുന്നതും. പിന്നീട് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ഈ മരണ കാരണം എന്താണ് എന്നുള്ളത് വ്യക്തമാകണമെങ്കിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി അതിൻ്റെ റിസൾട്ട് വരണം. നിലവിലിപ്പോൾ സംശയിക്കുന്നത് 3 കാരണങ്ങളാണ്, അല്ലെങ്കിൽ ദുരൂഹമായി തുടരുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, പാമ്പ് തന്നെയാണോ കടിച്ചത് എന്നുള്ള സംശയമുണ്ട്. മറ്റൊന്ന്, ഈ രോഗി അവിടെ എത്തുമ്പോൾ, സെലീന ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ വലിയ തോതിൽ പാനിക്കായിരുന്നു. അതിൻ്റേതായ അസ്വസ്ഥതകൾ രോഗി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഏതെങ്കിലും തരത്തിൽ പേടിച്ചുണ്ടായ അതുമായി ബന്ധപ്പെട്ട കാരണങ്ങളാണോ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള സംശയമുണ്ട്. ഒപ്പം അണലയാണ് കടിച്ചത് എന്ന് പറയുന്നു. അണലയാണ് കടിച്ചതെങ്കിൽ ഇത്ര വേഗത്തിലൊരു മരണം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. ഇത്തരത്തിൽ ചില സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതിപ്പോൾ അല്പസമയത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി അതിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ടിൽ എന്താണ് മരണകാരണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകും. എന്തായാലും ഈ തുടർച്ചയുണ്ടാകുന്ന പാമ്പുകടിയേറ്റുള്ള മരണങ്ങളിൽ പ്രധാനമായും വെല്ലുവിളി നേരിടുന്നത് പാമ്പുകടിയേറ്റാൽ അത് മണിക്കൂറുകൾക്കുള്ളിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നില്ല. ലക്ഷണങ്ങൾ കാണാത്ത സാഹചര്യത്തിൽ ആൻറ്റിവെനം നൽകാനാവില്ല എന്നുള്ളതാണ് നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആകെ ഉണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പം. അത് വലിയ പ്രശ്നങ്ങളിലേക്ക്, മരണം വരെ സംഭവിക്കുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങുന്നുമുണ്ട് എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്ന കാര്യവുമാണ്. ഹാഷ്മി, ഓക്കെ. ജിബിൻ ജെബി കൂടി ചേരുന്നു. തിരുവനന്തപുരം ചിറയൻകീഴ് എന്നാണ് ദീക്ഷലിൻ്റെ വീട്ടിൽ നിന്നാണ്. ജിബിൻ, എത്രത്തോളം പരിതാപകരമായ ഒരവസ്ഥയിലാണ് ആ വീട് എന്ന് ജിബിൻ നേർക്കുനേർ ബോധ്യപ്പെട്ടതാണ്. 24 സഹായം ഉണ്ടാകുമെന്ന് ശ്രീകണ്ഠൻ നായർ രാവിലെ അദ്ദേഹം പറയുകയും ചെയ്തു. അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ ഇവിടെയും പ്രശ്നം എന്താണ്? ഈ പാമ്പ് കടിയേറ്റാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. സെലീനെ പാമ്പ് കടിയേറ്റ സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. ആൾജോയെ ആ ഡോക്ടറുടെ പക്ഷെ അത്രയും എക്സ്പെർട്ടൈസ് ഉള്ളതുകൊണ്ടാണ് പാമ്പ് കടി എന്ന സംശയത്തിലേക്ക് പോകുന്നതും കാര്യങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഗണത്തിൽപ്പെട്ട പാമ്പാണെങ്കിൽ അത് കടിയേറ്റ പാട് അങ്ങേയറ്റം ചെറുതായിരിക്കും എന്നാണ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.